നമസ്കാരം. ഹായ്. ഞാൻ ഇഷ്ടല്ലാത്തത് ഇഷ്ടല്ലാന്നും ഇഷ്ടമുള്ളത് ഇഷ്ടാണെന്നും പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളാണ്. അതിൻ്റെ വരും വരായികൊന്നും ഞാൻ നോക്കാറില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ നമ്മളെ മരിച്ചുപോയ നമ്മളെ ഭാവഗായകൻ ജയചന്ദ്രൻ. യേശുദാസ് എന്ന് പറയുന്ന ഗായകനെ ഇഷ്ടമല്ല. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ, ഇതൊരു വ്യക്തി ആരാധനയൊന്നുമില്ല, അങ്ങനെ നമ്മളെ മഹാനടൻ ശ്രീനിവാസൻ സാറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ളവരൊന്നും എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ അവരെ സിനിമയൊന്നും കാണാതിരിക്കാറില്ല, ഇഷ്ടം. അതേപോലെ രാഷ്ട്രീയത്തിൽ എനിക്ക് മരിച്ചുപോയ ആളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും എല്ലാം തോന്നിയത് നമ്മുടെ സഖാവ് നായനാർ. ഇപ്പോഴ് ജീവിച്ചിരിക്കുന്നതിൽ തോന്നിയത് കണ്ണൂരെ നമ്മളെ MP SK. അതേപോലെ ലേഡീസ് ഈ നടിമാരിൽ എല്ലാവരും പലരും ഇങ്ങനെ എടുത്ത് വാനോളം പൊക്കിയിടുന്നുണ്ട്. എനിക്കിഷ്ടം പിന്നെ ശോഭന മാഡം, പിന്നെ ഉർവശി, അങ്ങനെ എനിക്ക് മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ഈ ഭാവന, അങ്ങനെ ആ ടീമിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതേപോലെ നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇത്രയും പറയാൻ കാരണം, നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയുമ്പോഴാണ് നമ്മളെ വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ആരെങ്കിലും പേടിച്ചിട്ടും ആരെങ്കിലും ബോധിപ്പിക്കാനും വേണ്ടി നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ എല്ലാവരും ബിരിയാണി, മറ്റേത് ഇത് അതൊക്കെ പറയുമ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതായത് എനിക്ക് ഫുഡ് ക്രേസ് ഇല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താന്ന് പറഞ്ഞാൽ ചൂട് ചോറ്, എന്തെങ്കിലും ഒരു അച്ചാറും മെഴുക്ക് വരട്ടി. വേറെ ഒന്നിനോടും യാതൊന്നും, ഈ പറയുന്ന സദ്യ ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ഇനി എന്ത് മഹാസംഭവം കൊണ്ടുവച്ചാലും ഇല്ല. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കങ്ങനെ നമ്മളെ ലൈഫിലുണ്ട്. ഇത്ര ഇപ്പം പറയാൻ കാരണം, നിങ്ങൾ ചോദിക്കും നിന്നോട് ആരെങ്കിലും ചോദിച്ചു എന്ന്. അത് പറയാൻ കാരണം, നമ്മൾ എത്ര ഉന്നതങ്ങളിലിരിക്കുന്ന ആളായാലും, എത്ര സ്ഥാനമാനങ്ങളിലുള്ള ആളായാലും, എത്ര സമ്പത്തും സ്വാധീനവും എന്ത് സംഭവങ്ങളായാലും, അത് നോ എന്ന് പരസ്യമായിട്ട് പറയാനും യെസ് എന്ന് അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാനും, ആ യെസ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനും നോനെ റിജക്റ്റ് ചെയ്യാനുമുള്ള നമ്മളൊരു വിൽ പവറാണ് നമ്മളെ ലൈഫ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി തലയാട്ടുക, ആർക്കെങ്കിലും വേണ്ടി കുനിഞ്ഞു കൊടുക്കുക, ആർക്കെങ്കിലും വേണ്ടി കിടന്നു കൊടുക്കുക, ഇതൊന്നും നമ്മളെ ലൈഫിൽ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നതേ നമ്മൾ ചെയ്യാവൂ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുത്തനെയും ഇങ്ങനെ നമ്മൾ ഒരാളടുത്തും പോകേണ്ട ആവശ്യമില്ല. എന്താവശ്യത്തിന് നമുക്ക് ഇല്ലാത്ത ഒരാൾ ഇവിടെ കിടക്കടി എന്ന് പറഞ്ഞാൽ അപ്പം അടിക്കണം, അപ്പം കൊടുക്കണം മുഖത്ത്. കിടക്കടി എന്നല്ല, ഇരിക്കടി എന്ന് പറഞ്ഞാലും കൊടുക്കണം. നമുക്ക് ആപ്റ്റായത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിത്വം ഉണ്ടെങ്കിൽ
നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കിങ്ങനെ നമ്മളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ഇത്രയും വലിയ ഇഷ്യൂസ് വന്നിട്ട് ഞാൻ ഒരാളെ റെക്കമെൻഡേഷന് പോയിട്ടില്ല. ഞാൻ ഈ ലാസ്റ്റ് DGPൻ്റെ എൻക്വയറിയിൽ ഞാൻ പറഞ്ഞത്, സാറേ വെള്ളം ചേർക്കാത്തൊരു അന്വേഷണം പ്രതീക്ഷിക്കുന്നു. സാറ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കുന്നു. കാരണം തളിപ്പറമ്പ് എസ് ഐ നല്ലോണം വെള്ളം ചേർത്തു. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ഗ്ലാസ്സാണ്. അയാൾ 1/4 ഗ്ലാസ് പാലും 4.25 ഗ്ലാസ് വെള്ളം എടുത്തു. അപ്പം ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമോ 3 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളമോ, എല്ലാറ്റിനും ഒരു മര്യാദയുണ്ട്. വെള്ളം കൂട്ടുന്നതിന് ഒരു മര്യാദയുണ്ട്. അപ്പം ആ വെള്ളം കൂട്ടൽ നമ്മൾ അയ്യോ ഇത് ഫുൾ നല്ല പാലാന്നേ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇപ്പം പറയാൻ കാരണം പലരും വിളിച്ചിട്ട് ചോദിക്കുക, ഉള്ള ഹാപ്പിനെസ്സും കൂടി പോവുമല്ലേ, ഉള്ള മൂഡ് ഓഫ് ആവുമല്ലേ, ഉള്ളതും കൂടി നമുക്ക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുമല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അത് ഫീൽ ചെയ്യൂലേ, നെവർ മൈൻഡായിട്ട് വിട്, കോർട്ടിൽ പോട്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിങ്ങളെ ഭാഗം ക്ലിയറാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോട്. നിങ്ങളിങ്ങനെ ഈ തെരുവിലുള്ള പട്ടികളോട് പകരം പറയാൻ പോയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതാണ്. ഞാൻ നോ എന്ന് പറയേണ്ടത് ഇനി എത്ര ഭീകരനായാലും അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ കൂടുതൽ നമ്മളെ ലൈഫിൽ നമുക്ക് മോഹഭംഗങ്ങളോ ഒന്നുമില്ല. അതല്ലേ പലരും പരിഹസിക്കുമ്പോഴും പലരും ചിരിക്കുമ്പോഴും പലരും നമ്മളെ കാണുമ്പോൾ പലതും പറഞ്ഞ് ചിരിക്കുക, ബാക്കോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, മറ്റയാളെ നോക്കുക, ഇവളെ നോക്കുക, കണ്ടു കേട്ടു. നമ്മൾ ചിന്തിക്കാത്തത് സാങ്കല്പിക കഥകളായിട്ടാണ് ഓരോരാളും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾ ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് എൻ്റെ നാട്ടിൽ പറയുന്നുണ്ട്. എനിക്കതെൻ്റെ അതെൻ്റെ വിഷയമല്ലല്ലോ. അതെൻ്റെ വിഷയം എങ്ങനെയാവുന്നത്? എൻ്റെ വിഷയമല്ല. അതേപോലെ തന്നെ കോളേജിലെ ഒരു അധികാരികളും ഒരു അനാശാസ്യക്കാരും ഒരു തെമ്മാടിത്തരും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പും ആരിടപാടും അതെൻ്റെ വിഷയമല്ല. എൻ്റെ പേരിൽ വരുന്നത് മാത്രമേ എൻ്റെ വിഷയമുള്ളൂ. അതേപോലെ തന്നെ എൻജിനീയറിംഗ് കോളേജിൽ എനിക്കവിടെ ഒരു പ്രിയപ്പെട്ടതായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് പുരുഷൻ തന്നെയാണ്. ആളെ വ്യക്തിത്വമായിരിക്കാം, അയാളെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ടായിരിക്കാം, കാര്യങ്ങളെ സമീപിക്കുന്ന രീതി ആയിരിക്കാം, എന്തും ആയിരിക്കാം. പക്ഷേ എനിക്ക് ആ മനുഷ്യനോടൊരു റെസ്പെക്റ്റും സ്നേഹവും ആരാധനയും ഒക്കെ തോന്നിയിട്ടുണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു വ്യക്തിയിൽ അധിഷ്ഠിതല്ലേ എന്ത് കാര്യം എന്ന് വെച്ച് നമ്മളെ മിസ്യൂസ് ചെയ്യാനും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പോലെ കേൾക്കണം, നമ്മളെ കാണാൻ ഒരിക്കലും നടക്കത്തില്ല. അതൊന്നും ഒരു നടക്കാൻ പറ്റാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ മെനക്കെട്ടിട്ടും കാര്യമില്ല, അല്ലേ? എല്ലാവരും അവരവരെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. എല്ലാവരും അവരവരെ ലൈഫ് എന്ത് വില കൊടുത്തും എന്ത് തെമ്മാടിത്തരും വെച്ച് ആസ്വദിക്കുന്നു. പിന്നെ അവരവരെ ഗുണ്ടായിസം നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ വൃത്തികെട്ട രീതിയിലും പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് മനസ്സിലായല്ലോ. അതാണ് എൻ്റെ ലൈഫ്. അതുകൊണ്ട് എന്നെ ഒരു തരത്തിലും ഈ ലോകത്തൊരു മനുഷ്യന് എനിക്ക് ഇല്ലീഗലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനോ തലയാട്ടാനോ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് എനിക്ക് ഇന്ന പോലെ ചെയ്ത് തരണമെന്ന് പറയാനൊന്നും ഞാൻ ഈ ജന്മം പോവില്ല. അവരുദ്ദേശിക്കുന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുന്ന, മറ്റ് ലോകത്തൊരു വ്യക്തിയും പറഞ്ഞാൽ കേൾക്കാത്ത, ഒരു വ്യക്തി പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ലോകത്തൊരു വ്യക്തി പറഞ്ഞാലും ഞാൻ കേൾക്കൂല. എന്നെ അടിമയാക്കാനോ എന്നെ ഹോം നേഴ്സായിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഒരാളെ ലൈംഗിക ശേഷി പരീക്ഷിക്കാനുള്ള ഉപകരണമായിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് മാരേജ് ആക്സെപ്റ്റ് ചെയ്യരുത്, രണ്ടാമതുള്ളൊരു മാരേജ് ആക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് കല്യാണത്തിന് ശേഷം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോട പുല്ലേന്നേ പറയും. അയാൾക്ക് നിന്ന് കൊടുത്തിട്ട് അയാളെ പരീക്ഷണ വസ്തു ആവാനൊന്നും
ഞാനെന്ന വ്യക്തിനെ കിട്ടില്ല. അതിൻ്റെ മേലെ ഈ ലോകം എങ്ങനെ ചളിവാരി എറിഞ്ഞാലും എങ്ങനെ കല്ലെറിഞ്ഞാലും അതെൻ്റെ വിഷയമല്ല. അതാണ് ഞാൻ. അത് ഷീ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ ഷീ എന്ന് പറയുന്നത് ഈ ലോകത്തെല്ലായിടത്തെയും ഷീ ഒരുത്തനും അടിമപ്പെടാനുള്ളതല്ല. എല്ലാ ഷീയും അപ്പപ്പം പ്രതിഷേധിക്കാം, അപ്പം അവരെ നീതിക്ക് വേണ്ടി പോരാടാം, അവരവരെ നീതി. ഒരുത്തൻ്റെ അടിയും ഇടിയും അവൻ്റെ ഉപകരണമായി ജീവിക്കാൻ ഒരു ലേഡിയും നിൽക്കരുത്. ഓപ്പോസിറ്റുള്ളവൻ എത്ര പ്രബലനായിക്കോട്ടെ, എന്ത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എന്ത് ക്യാഷ് ആയിക്കോട്ടെ, ഏത് തലപ്പത്തിരിക്കുന്നവനായിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളെ ഓണർ നമ്മൾ തന്നെയാണ്. എൻ്റെ ഓണർഷിപ്പ് എന്നിൽ മാത്രമാണ്. ഞാൻ മറ്റൊരാൾക്കത് എഴുതി കൊടുക്കാൻ ഈ ജന്മം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഓണർഷിപ്പും എൻ്റെ റെസ്പെക്റ്റും എൻ്റെ ആരാധനയും ഒക്കെ എനിക്ക് മാത്രം. നോ കമ്മിറ്റ്മെൻറ്റ്. അപ്പം നാളെ ഷീല കാണാം.